CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചെങ്കൊടി ഉയർന്നിരിക്കുകയാണ്. ചിറ്റൂർ തത്തമംഗലത്തെ പൊതുസമ്മേളന നഗരിയിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം ഇന്ന് രാവിലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 42,222 അംഗങ്ങളെ പ്രതിനിധാനം ചെയ്ത് 409 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സച്ചിൻ പാലക്കാട് നിന്ന് ചിറ്റൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ തിരക്കിലാണ് സച്ചിനൊക്കെ. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ജില്ലാ സമ്മേളനത്തിന് കൊടി ഉയർന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രതിനിധി സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. രാവിലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എത്ര പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമാവുക? ഒപ്പം തന്നെ സമ്മേളനത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ. മനു, ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്നലെ പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ചിറ്റൂർ മേട്ടുപ്പാളയത്തെ പൊതുസമ്മേളന നഗരിയിൽ ടി ശിവദാസ മേനോൻ, M ചന്ദ്രൻ നഗരിയിൽ എത്തിയത്. അതിനുശേഷം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനുമായ CK രാജേന്ദ്രനാണ് പതാക ഉയർത്തിയത്. CPIM-ന്റെ ചെങ്കൊടി വാനിലുയർന്നപ്പോൾ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്, CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററാണ് ഇന്ന് രാവിലെ 10 മണിക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 42,222 പാർട്ടി അംഗങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 409 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ളൊരു ആവേശമായ പ്രചരണ പരിപാടികളും അതേപോലെ തന്നെ അനുബന്ധ പരിപാടികളൊക്കെ പാലക്കാട് ജില്ലയിൽ CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. അനുബന്ധ സെമിനാറുകൾ, കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ വലിയ രീതിയിൽ കഴിഞ്ഞ ആഴ്ചകളായി പാലക്കാട് ജില്ലയിൽ നടന്നു വരികയാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ 3,402 ബ്രാഞ്ച് സമ്മേളനങ്ങളും 170 ലോക്കൽ സമ്മേളനങ്ങളും 15 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവരൊക്കെ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 23-ന് വൈകിട്ട് 5 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുക. 15,000-ഓളം റെഡ് വോളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ച് പാസ്റ്റും അതിനുശേഷം മേട്ടുപ്പാളയത്തെ ടി ശിവദാസ മേനോൻ, M ചന്ദ്രൻ നഗറിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 3 വർഷക്കാലം പാലക്കാട് ജില്ലയെക്കുറിച്ച് മനുവിനടക്കം അറിയാം. കാർഷിക ഗ്രാമമാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അടക്കം, അടിത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്തുകൊണ്ടാണ് CPIM-ന്റെ സമ്മേളനം മുന്നോട്ട് പോവുക. വലിയ ആവേശകരമായ ഒരു സമ്മേളനം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം ചിറ്റൂരിൻ്റെ മണ്ണിൽ ആദ്യമായാണ് CPIM-ന്റെ പാലക്കാട് ജില്ലാ സമ്മേളനം എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവരുടെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു പതാക, കൊടിമര ജാഥകളിലൊക്കെ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുള്ളത്. മാത്രമല്ല നിരവധി റെഡ് വോളണ്ടിയർമാരും അതേപോലെ തന്നെ അത്ലറ്റുകളുടെയും അകമ്പടിയോടുകൂടെ ഇന്നലെ തന്നെ വലിയൊരു ആവേശകരമായ ഒരു കാഴ്ച തന്നെയാണ് പാലക്കാട് CPIM-ന്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. മനു, ശരി, ഏതായാലും സച്ചിൻ, ഏറ്റവും ആവേശകരമായ ഒരു ജില്ലാ സമ്മേളനം തന്നെയാണ് പാലക്കാട് നടക്കാൻ പോകുക. കാരണം പാലക്കാട് നമുക്കറിയാം, പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ജില്ലകളിൽ ഒന്നുകൂടിയാണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് പാലക്കാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിൻ്റെ ആവേശവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒപ്പം തന്നെ മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ മുൻപിലേക്കൊക്കെ വരുന്നുണ്ട്. സത്യാവസ്ഥകളൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസവും പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിക്കൊണ്ടിരിക്കും. ഏതായാലും ചിറ്റൂരിൽ ഇതാദ്യമായിട്ടാണ് CPIM-ന്റെ ജില്ലാ സമ്മേളനം, പാലക്കാട് ജില്ലാ സമ്മേളനം ചിറ്റൂരിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു ആവേശം ചിറ്റൂരുകാർക്കുമുണ്ട്. ഏതായാലും കൊടി ഉയർന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ജില്ലാ സെക്രട്ടറി പ്രവർത്തക റിപ്പോർട്ട് അവതരിപ്പിക്കും. കഴിഞ്ഞൊരു 3 വർഷക്കാലം പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു, ജില്ലയിൽ കൈവരിച്ച നേട്ടങ്ങൾ, കോട്ടങ്ങൾ, പ്രതീക്ഷിച്ച രീതിയിൽ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റിയോ, ഒപ്പം തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൻ്റെയൊക്കെ ഒരു സമഗ്ര അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കും. പിന്നീട് അതിന്മേൽ ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾക്ക് മറുപടി ഉണ്ടാകും. അങ്ങനെ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ ഒരു പാർട്ടിയുടെ സമ്മേളനങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് വരെ നമുക്ക് പറയാനുള്ളത്.
അതിനുശേഷം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകും. പിന്നീട് പാർട്ടിയുടെ ഓൾ ഇന്ത്യ സമ്മേളനമായ പാർട്ടി കോൺഗ്രസിലേക്കും കടക്കും. മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയും ഇത്തരത്തിൽ ചർച്ചകളിലൂടെ നവീകരിച്ചെടുക്കുന്ന ഒരു പ്രവർത്തന പാരമ്പര്യം